ഇപ്പൊ പ്രശ്നം പതാകയുടേതാണോ പ്രശ്നം? ആണോ? ശിവൻകുട്ടി അങ്ങനെയല്ല പറഞ്ഞത്. ഒരു സ്ത്രീ, പരിചയമില്ലാത്ത ഒരു സ്ത്രീ ഇവിടെ ഇരിക്കുന്നു എന്നാണ്. അതായത് ഒരു കാര്യം ചെയ്യട്ടെ, ശിവൻകുട്ടി ഭരണഘടനാപരമായിട്ട്, കാരണം ശിവൻകുട്ടിയും ബിനോയ് വിശ്വവും ഇറക്കിയ ശിവൻകുട്ടിയുടെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചതും ബിനോയ് വിശ്വത്തിന്റെ പത്രക്കുറിപ്പും നിങ്ങളൊന്ന് എടുത്തു നോക്കുക. ആ എതിർപ്പ് കാവിക്കൊടിയോടാണെങ്കിൽ കാവിക്കൊടി വേണ്ട, കാവി ധരിച്ച മതി. അഭിനന്ദനാഥ് ടാഗോർ കാവി വസ്ത്രം ധരിച്ചിരിക്കുക. മുഴുവൻ കാവി ആവണം, കുറച്ച് മാത്രം കാവി പോരാ എന്നാണ് ശിവൻകുട്ടിയുടെ സമീപനമെങ്കിൽ അത് പറയട്ടെ. രണ്ട്, ബിനോയ് വിശ്വം പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ത്രീയെ ഭരണഘടനയിൽ ഇല്ല എന്നാണ്. അപ്പോൾ ഭരണഘടനയാണ് പ്രശ്നം എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും പറയുന്ന ഭരണഘടനയെക്കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? നിങ്ങൾ നിയമസഭയിൽ കാണിച്ച കോപ്രായം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം ഭരണഘടനയുടെ വകുപ്പൊക്കെ പറഞ്ഞല്ലോ. നിയമസഭയിൽ ഈ ഡെസ്ക് തല്ലിപ്പൊളിക്കുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ്? ഗവർണറുടെ പരിപാടിയിൽ ഗവർണർ എത്തിയതിന് ശേഷം വരുന്നത് ഏത് വകുപ്പിലാണ്? അതുപോലെ ദേശീയ പതാക, ദേശീയ ഗാനത്തിന് മുൻപ് ഇറങ്ങിപ്പോകുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ്? നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? അല്ല, ചോദിച്ചോന്ന് അല്ല എന്റെ ചോദ്യം. അല്ലല്ലേ, ഇങ്ങോട്ട് മാത്രമല്ലല്ലോ, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണെന്ന്. നിങ്ങൾ ഇത്രയും പേര് ഇരുന്നിട്ട് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ച് ചോദിക്കുക, നിങ്ങൾ ശിവൻകുട്ടിയോട് ഈ ചോദ്യം ചോദിച്ചോ എന്നാണ് എന്റെ ചോദ്യം. അല്ലെ, ചോദിച്ചോന്ന്. അല്ല, നിയമസഭയിലെ പ്രശ്നമല്ലേ? ഭരണഘടനയാണ് പ്രശ്നം. ഭരണഘടന അല്ലല്ല, പോയിട്ടില്ല. പോയതെങ്ങനെയാവുക? ഭരണഘടനയോടുള്ള അവഹേളനം എപ്പോഴും അവഹേളനാണ്. പോട്ടെ, രാജ്ഭവനിൽ 20 മിനിറ്റ് വൈകിയത് എന്താണെന്ന് ചോദിച്ചോ? ദേശീയ ഗാനത്തെ അവഹേളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത് എന്താണെന്ന് ചോദിച്ചോ? അല്ല, ഇത് ചോദിച്ചോ എന്നാണ് എന്റെ ചോദിച്ചതിന്. ചോദിച്ചോന്നോ ഇല്ലെന്നോ മറുപടി കിട്ടിയാൽ മതി. എന്റെ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചോ ഇല്ലയോ എന്നുള്ള മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് എന്താ മറുപടി? അല്ല, ആ ചോദ്യത്തിന് മറുപടി എന്താന്ന്? ശിവൻകുട്ടിയുടെ മറുപടി എന്താ? അതല്ല ഞാൻ പറയുന്നത്. 20 മിനിറ്റ് അതല്ല എന്റെ ചോദ്യം. 20 മിനിറ്റ് വൈകിയതിനുള്ള കാരണം അവഹേളനമല്ലേ? അല്ല, 20 മിനിറ്റ് വൈകിയ വരുന്ന ദേശീയ ഗാനത്തിന് മുമ്പ് ഇറങ്ങിപ്പോകും നടത്തുന്നു അറിയിച്ചിട്ടുണ്ടോ? അല്ല, എന്തുകൊണ്ട്? അല്ലല്ല, അത് അവഹേളനമല്ലേ? അത് അവഹേളനമല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചോന്നാണ്. ദേശീയ ഗാനം പാടാൻ അദ്ദേഹത്തിന് എന്താ എതിർപ്പ്? ആ കാര്യം നിങ്ങൾ ചോദിച്ചോ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിനുള്ള മറുപടി എന്താ? അതെനിക്ക് അറിയണം. അതെന്താ മറുപടി? അല്ല, അതന്നെ, ദേശീയ ഗാനത്തിന് എന്തിനാ അവഹേളിക്കുന്നത്? ദേശീയ ഗാനത്തെ അവഹേളിക്കുന്നത് എന്തിന്? രാജ്ഭവനെ എന്തിനെ അവഹേളിക്കുന്നു? ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന്റെ മറുപടി എനിക്ക് പറഞ്ഞതാ. അപ്പൊ ഞാൻ മറുപടി പറയാം. ഇപ്പൊ പ്രശ്നം ഭരണഘടനയാണ് പ്രശ്നം. ഭരണഘടന ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയാണെന്നാണ്. ഭരണഘടനയിലെ ശിവൻകുട്ടി പറഞ്ഞത്. ശിവൻകുട്ടി പറഞ്ഞ ഭരണഘടനയിലുള്ളത് മാത്രമേ ഞാൻ അംഗീകരിക്കുന്നതാണ്. പാലക്കാട് BJP നേതാവ് ശിവരാജൻ പറഞ്ഞതേ, പാലക്കാട് BJP നേതാവല്ല. അതായത് ഞാൻ ശിവൻകുട്ടി പറഞ്ഞത് ഭരണഘടന ഇപ്പൊ പ്രശ്നമാണെന്നാണ്. ഭരണഘടന അനുസൃതമായിട്ടേ ഞാൻ പ്രവർത്തിക്കൂ. ഒറ്റ ചോദ്യമുള്ളൂ. അതായത് ശിവരാജൻ പറഞ്ഞതേ, എന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നു. എന്റെ സുഹൃത്തെ, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി അല്ല ഞാൻ ചോദിക്കുന്നത്. എന്റെ ചോദ്യത്തിന് നിങ്ങൾക്കാർക്കും മറുപടിയില്ലല്ലോ. നിങ്ങൾക്ക് ഭരണഘടനയെ കുറിച്ച് നിങ്ങൾക്ക് ആ ചോദ്യത്തിന് മറുപടിയില്ല. ശരി, അങ്ങേക്ക് ഇതിന് മറുപടിയില്ല. BJPയുടെ ഏറ്റവും മുതിർന്ന ഒരു നേതാവാണ് പറഞ്ഞത് ഇന്ത്യയുടെ പതാക മാറ്റി കാവിക്കൊടിയാക്കണമെന്ന്. അങ്ങേക്ക് അതിനൊന്നും മറുപടിയില്ല. അത് BJPയുടെ നിലപാടാണോ? എന്റെ സുഹൃത്തെ, BJPയുടെ നിലപാട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഭരണഘടന BJPയുടെ ഭരണഘടന വായിച്ചു നോക്കാം. BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് പാലക്കാട്ടെ. ഏറ്റവും മുതിർന്ന നേതാവ് അദ്ദേഹമാണ് പറഞ്ഞത് ഇത് മാറ്റണമെന്ന്. നിങ്ങൾ തീരുമാനിക്കുകയാണ് ഏറ്റവും മുതിർന്ന നേതാവ് പതാക മാറ്റി കാവിക്കൊടിയാക്കണം. ഭരണഘടനയുടെ വിഷയമാണ് ഇപ്പൊ പ്രശ്നം. ഭരണഘടനയുടെ വിഷയത്തിൽ ദേശീയ ഗാനത്തെ അപമാനിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിലപാട്? രാജ്ഭവൻ എന്ന് പറയുന്നതിനെ അവഹേളിക്കുന്നതിന് എന്താ നിലപാട്? നിയമസഭയെ അവഹേളിക്കുന്നതിനെ കുറിച്ച് എന്താ നിലപാട്? ഈ ചോദ്യം നിങ്ങൾക്കില്ല.